ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒറ്റശിഖരം റിവ്യൂയിലേക്ക് സ്വാഗതം. പ്രസന്ന മീനാക്ഷിയോട് പറയുന്നു, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയണേ മോളെ. അവൾ മീനാക്ഷി പറയുകയാണ്, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, അച്ഛനപ്പോ വരും. പ്രസന്ന പറയുകയാണ്, അറിയത്തില്ല. വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ട അച്ഛനായിരിക്കും എന്ന് പറഞ്ഞ് പ്രസന്ന വാതിൽ തുറക്കുകയാണ്. അത് ചന്ദ്രമോഹനാണ്. പ്രസന്ന പറയുന്നു, സാറ് പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയില്ലായിരുന്നു. ചന്ദ്രമോഹൻ പറയുകയാണ്, ഞാൻ പോയിട്ട് വന്നതാ. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വേണ്ടേ? പ്രസന്ന പറയുന്നു, ഏട്ടൻ വന്നേക്കുമായിരിക്കും. സാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കഷ്ടപ്പെടുകയല്ലേ? ചന്ദ്രമോഹൻ പറയുന്നു, ഇവിടെ ആലുവയ്ക്ക് 1.5 മണിക്കൂർ ഡ്രൈവല്ലേ ഉള്ളൂ, അതൊന്നും സാരമില്ല. സാർ അകത്തോട്ട് കയറുന്നുവെന്ന് പ്രസന്ന ചോദിക്കുമ്പോൾ ചന്ദ്രമോഹൻ പറയുകയാണ്, കുറച്ച് സംസാരിക്കാനുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറുമെന്ന് ചന്ദ്രമോഹൻ പറയുന്നു, മീനാക്ഷി, ഞാൻ മേനോൻ സാറിനെ കണ്ടായിരുന്നു. അദ്ദേഹം എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. മീനാക്ഷി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ വിവരം ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ മേനോൻ സാർ എന്റെ അടുത്ത് പറഞ്ഞു. അതായത് മീനാക്ഷി പ്രസവിച്ചു കഴിയുമ്പോൾ ഹോസ്പിറ്റൽ റെക്കോർഡ്സിലും പിന്നെ മുനിസിപ്പാലിറ്റിയിലെ ജനന മരണ രജിസ്റ്ററിലും കുഞ്ഞിന്റെ അമ്മയുടെ പേരും അഡ്രസ്സും മീനാക്ഷിയുടേതായിരിക്കും. അങ്ങനെയല്ലേ വേണ്ടതെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ ചന്ദ്രമോഹൻ പറയുകയാണ്, അങ്ങനെ വന്നാൽ അത് മീനാക്ഷിയുടെ കുഞ്ഞാണെന്നുള്ളതിന്റെ ശക്തമായ തെളിവല്ലേ അത്? അതല്ലേ സത്യമെന്ന് മീനാക്ഷി പറയുമ്പോൾ ചന്ദ്രമോഹൻ പറയുകയാണ്, 20 ലക്ഷം രൂപ തന്ന് ആ സത്യം ഞങ്ങള് വിലക്ക് വാങ്ങിച്ചിരിക്കുക. മീനാക്ഷിക്ക് ആ സത്യം കൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? മീനാക്ഷി പറയുന്നു, എനിക്കെന്ത് പ്രയോജനം? കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എനിക്കതിനെ കാണാൻ പോലും പറ്റത്തില്ലല്ലോ, അവകാശപ്പെടാനും പറ്റത്തില്ല, എവിടെയാണെന്ന് പോലും നിങ്ങൾ അറിയിക്കത്തുമില്ല. അങ്ങനെയല്ലേ സരോഗസി? ചന്ദ്രമോഹൻ പറയുന്നു, അതെ, മീനാക്ഷിയുടെ ജീവിതത്തിൽ അത് മാഞ്ഞു മറിഞ്ഞു പോകുന്ന ചെറിയൊരു സംഭവം മാത്രമായിരിക്കും. മീനാക്ഷി പറയുന്നു, അതെങ്ങനെ എന്നെ ബാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ചന്ദ്രമോഹൻ പറയുകയാണ്, കുഞ്ഞിനെ ഏറ്റെടുക്കുന്നവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. അവരുടേതാണ് കുഞ്ഞ്, അവരാണ് വളർത്തുന്നതും പഠിപ്പിക്കുന്നതും കല്യാണം കഴിപ്പിക്കുന്നതുമെല്ലാം. അപ്പോ കുഞ്ഞിന്റെ യഥാർത്ഥ അവകാശികൾ അവരായിരിക്കണ്ടേ? എല്ലാ റെക്കോർഡ്സിലും സംഗതി ഇത്രയേ ഉള്ളൂ, പ്രസവിക്കുന്നത് മേനോൻ സാറിന്റെ വൈഫാണ്. കുഞ്ഞിന്റെ അമ്മയുടെ കോളത്തിൽ അവരുടെ പേര് വരണം. മീനാക്ഷി ചോദിക്കുന്നു, എന്റെ പേരിന് പകരം അവരുടെ പേര് കൊടുക്കണമെന്നോ? ചന്ദ്രമോഹൻ പറയുകയാണ്, അത്രേ ഉള്ളൂ. ഇവിടുത്തെ പേഷ്യന്റ് കേസ് ഷീറ്റിലൊക്കെ മീനാക്ഷിയുടെ പേര് കിടന്നോട്ടെ, പക്ഷേ മുനിസിപ്പാലിറ്റിയിൽ വേറെ പേര് കൊടുക്കണം. ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കേണ്ടതല്ലേ? മീനാക്ഷി ചോദിക്കുന്നു, അതിനിപ്പോ ഞാനെന്താ ചെയ്യേണ്ടത്? അപ്പോൾ ചന്ദ്രമോഹൻ പറയുകയാണ്, ഒന്നും ചെയ്യണ്ട, സമ്മതിച്ചാ മാത്രം മതി. മീനാക്ഷി പറയുന്നു, എന്റെ കുഞ്ഞ് ഈ ഭൂമിയിലോട്ടൊന്ന് വന്നോട്ടെ, അത് കഴിഞ്ഞിട്ട് പോരെ ഫോർമാലിറ്റീസ്? ചന്ദ്രമോഹൻ പറയുന്നു, മതി, ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ പ്രീതയെ കാണാനായി വരികയാണ് മുകുന്ദനും അങ്കിതയും. പ്രീത ചോദിക്കുന്നു, മീനാക്ഷിയെ കണ്ടോ? ഇല്ലല്ലോ. മുകുന്ദൻ പറയുകയാണ്, ഇല്ല ഡോക്ടർ, ഞങ്ങൾക്ക് അങ്ങനെ നേരിട്ട് കയറി ചെന്ന് കാണാൻ പറ്റില്ല, അവര് ഞങ്ങളെ തിരിച്ചറിഞ്ഞേക്കും. പ്രീത പറയുന്നു, മീനാക്ഷിക്ക് കുഴപ്പമൊന്നുമില്ല, അവള് ഹെൽത്തിയാ, എല്ലാം നന്നായിട്ട് വരും. മുകുന്ദൻ പറയുന്നു, ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഡോക്ടർ, പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞെന്തായാലും ഞങ്ങളുടേതാണല്ലോ. പ്രീത പറയുന്നു, അതെ, നിങ്ങൾക്ക് വേണ്ടിയാണ് മീനാക്ഷി ഗർഭിണിയായത്, നിങ്ങൾക്ക് വേണ്ടിയാണ് അവള് പ്രസവിക്കാൻ പോകുന്നത്, കുഞ്ഞ് നിങ്ങളുടെയാണ്. മുകുന്ദൻ പറയുന്നു, കുഞ്ഞിന്റെ അമ്മയുടെ പേര് എന്റെ വൈഫിന്റെ തന്നെ വെച്ചാലോ? പ്രീത പറയുന്നു, ഷുവർ, അങ്ങനെ തന്നെ വെക്കാലോ. കുഞ്ഞിനെ കൈമാറി കഴിഞ്ഞാൽ നിങ്ങളാണ് അതിന്റെ എല്ലാം. മുകുന്ദൻ പറയുന്നു, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഹോസ്പിറ്റൽ റെക്കോർഡ്സിലും അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? പ്രീത ചോദിക്കുന്നു, മീനാക്ഷിയുടെ പേരിന് പകരം സാറിന്റെ വൈഫിന്റെ പേര് ഇവിടുത്തെ റെക്കോർഡ്സിൽ ചേർക്കണമെന്നോ? അങ്ങനെ ചെയ്യാൻ പറ്റില്ലേന്ന് മുകുന്ദൻ ചോദിക്കുമ്പോൾ പ്രീത പറയുകയാണ്, മീനാക്ഷിയെ ഓൾറെഡി ഇവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിലും മീനാക്ഷിയുടെ പേരാണ് ഇവിടുത്തെ മെഡിക്കൽ റെക്കോർഡ്സിലും സിസ്റ്റത്തിലും എല്ലാം ഉള്ളത്, അത് മാറ്റി മറ്റൊരു പേര് തിരികെ കയറ്റുന്നത് എത്തിക്സിന് ചേർന്നതല്ലോ. മുകുന്ദൻ പറയുന്നു, ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് ശരിയാണ്, പക്ഷേ ഞങ്ങൾക്ക് മറ്റൊരു ശരി കൂടി കാണാൻ കഴിയുന്നുണ്ട്. അതായത് മീനാക്ഷി ഇപ്പം ഡിസ്ചാർജ് ചെയ്യിച്ച് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തെന്നിരിക്കട്ടെ, അവിടെ നമ്മൾ മീനാക്ഷിയുടെ പേരിന് പകരം എന്റെ വൈഫിന്റെ പേരാണ് പറയുന്നതെങ്കിലോ? മീനാക്ഷിയുടെ പേര് മാറ്റി പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിലുള്ളവർക്ക് അറിയില്ലല്ലോ. യശോദ പറയുന്നു, അങ്ങനെ ചെയ്യാൻ പറ്റും. ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളും ആ പേഷ്യന്റും പറഞ്ഞു കൊടുക്കുന്ന പേരും അഡ്രസ്സുമേ ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ വരും. മുകുന്ദൻ പറയുന്നു, അപ്പൊ എത്തിക്സിന്റെ പ്രോബ്ലം വരത്തില്ല, അവരുടെ ജോലി ചെയ്യുന്നു മാത്രം. ഞങ്ങൾ ചെയ്യുന്ന ചെറിയ കള്ളത്തരത്തിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് മാത്രമാണല്ലോ. പ്രീത പറയുന്നു, അത് ശരിയാണ്, മീനാക്ഷിയെ ഡിസ്ചാർജ് ചെയ്യണോ ഇവിടുന്ന്? മുകുന്ദൻ പറയുന്നു, മീനാക്ഷിയെ ഡിസ്ചാർജ് ചെയ്ത് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഡോക്ടർക്ക് അതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ തന്നെ അതാകാമല്ലോ. ഡോക്ടർ ഇപ്പൊ തന്നെ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നു. ഇവിടുത്തെ റെക്കോർഡ്സിൽ മീനാക്ഷി ഹോസ്പിറ്റലിൽ നിന്നും പോയി കഴിഞ്ഞു. ഡോക്ടർ പുതിയൊരു അഡ്മിഷൻ എടുക്കുന്നു. പേഷ്യന്റിന്റെ പേര് അങ്കിത ശിവറാം. മറ്റൊരു ഹോസ്പിറ്റലിൽ ചെന്ന് അങ്ങനെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ തന്നെ ആയിക്കൂടാ? പ്രീത ചോദിക്കുന്നു, അങ്ങനെ ഒരു വളഞ്ഞ വഴി സ്വീകരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം? മുകുന്ദൻ പറയുന്നു, പിന്നീട് എന്തെങ്കിലും ഒരു വിദൂര സാധ്യത പറയുകയാണ്, ഉണ്ടാകണമെന്നില്ല. ഒരു നിയമപ്രശ്നം ഉണ്ടായാൽ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് നോക്കിയാലും കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കിയാലും എന്റെ വൈഫ് തന്നെ ആയിരിക്കണം കുഞ്ഞിന്റെ അമ്മ. ആ സ്ഥാനത്ത് മറ്റൊരു പേര് വരരുത്. പ്രീത പറയുന്നു, അത് മീനാക്ഷിയോട് ചെയ്യുന്ന നീതികേടല്ലേ? അങ്കിത ചോദിക്കുന്നു, ഇതിൽ എന്താണ് ഡോക്ടർ നീതികേട്? ഞങ്ങള് 22 ലക്ഷം മുടക്കി മീനാക്ഷിയുടെ മെറ്റേണിറ്റി വിലക്ക് വാങ്ങുകയല്ലേ? പ്രീത പറയുന്നു, മെറ്റേണിറ്റി അല്ല, കുഞ്ഞിനെ. അങ്കിത പറയുകയാണ്, കുഞ്ഞ് മുകുന്ദന്റേത് കൂടിയാണല്ലോ, പകുതി അവകാശം മുകുന്ദനുണ്ട്, ബാക്കി പകുതിക്ക് അവര് പൈസയും വാങ്ങി. ഇനി എന്തിനാണ് അവർക്ക് കുഞ്ഞിന്റെ അമ്മ എന്ന പേര് മാത്രം? മുകുന്ദൻ ചോദിക്കുന്നു, അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അവർക്ക് ഭാവിയിൽ? ഏതെങ്കിലും കാലത്ത്? ഒന്നുമില്ല. പിന്നെ എന്തിനാണ് കുഞ്ഞിന്റെ അമ്മയുടെ സ്ഥാനത്ത് മീനാക്ഷി എന്ന പേര് മാത്രം? ആ പേര് അവിടെ വെക്കുമ്പോൾ ഫലത്തിൽ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. പ്രീത പറയുന്നു, പക്ഷെ അത് നിങ്ങൾക്കൊരു
ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നില്ലല്ലോ, കംപ്ലീറ്റ്ലി സൈലന്റ് അല്ലേ? മുകുന്ദൻ പറയുന്നു, ലോകത്ത് നിയമങ്ങൾ മാറി വരും ഡോക്ടർ. എന്നെങ്കിലും ഒരിക്കൽ മീനാക്ഷി ഒരു കംപ്ലൈന്റുമായി കോടതിയിൽ പോയാലോ? എനിക്ക് വേണ്ടത്ര തിരിച്ചറിവില്ലാതിരുന്ന കാലത്ത് ചിലർ ചേർന്ന് തന്നെ ചൂഷണം ചെയ്തു, എന്റെ കുഞ്ഞിനെ തട്ടിയെടുത്തു, അതൊരു ചതിയായിരുന്നു. അങ്ങനെയൊക്കെ കോടതിയിൽ വാദിച്ചാൽ, ഞങ്ങൾ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ കോടതി വിധിച്ചാൽ, അമ്മയ്ക്കാണല്ലോ അന്നും ഇന്നും എന്നും കുഞ്ഞിന്റെ മേൽ ഭൂരിപക്ഷ അവകാശം. പ്രീത പറയുന്നു, ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല. സാർ ഒരു കാര്യം ചെയ്യും, മീനാക്ഷിയും അവളുടെ പേരൻസുമായി ഈ വിഷയം ഒന്ന് സംസാരിക്കൂ. അവർക്ക് പൂർണ്ണ സമ്മതമാണെന്ന് ഒരു അഫിലിയേറ്റ് എഴുതി ഒപ്പിട്ട് തന്നാൽ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. പിന്നീട് കാണിക്കുന്നത് തുളസിയുടെ ഫോണിലേക്ക് വിളിച്ച ചന്ദ്രമോഹൻ പറയുന്നു, ചേട്ടൻ എവിടാ? ഞാൻ ചന്ദ്രമോഹന, ഞാൻ വീട്ടിലുണ്ടെന്ന് തുളസി പറയുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നു, ചേട്ടാ ചെറിയൊരു പ്രശ്നമുണ്ട്. ചേട്ടാ, നമുക്ക് മീനാക്ഷി പ്രസവിക്കുന്ന കുഞ്ഞിന്റെ അമ്മയുടെ പേര് റെക്കോർഡിക്കലായിട്ട് മേനോൻ സാറിന്റെ വൈഫിന്റെ തന്നെ പേര് ചേർത്താലോ? അതിന്റെ ആവശ്യമുണ്ടോ എന്ന് തുളസി ചോദിക്കുമ്പോൾ ചന്ദ്രമോഹൻ പറയുകയാണ്, മേനോൻ സാറ് എന്റെ അടുത്ത് നിൽപ്പുണ്ട്, നിങ്ങൾ തമ്മിൽ സംസാരിക്കുക. അങ്ങനെ ചന്ദ്രമോഹൻ മുകുന്ദന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ്. തുളസി പറയുന്നു, സാറേ, മേനോൻ സാറ് ഞാനും തമ്മിൽ ശരിയാകത്തില്ല, സാറ് തന്നെ പറഞ്ഞാൽ മതി. മുകുന്ദൻ പറയുന്നു, മേനോൻ എത്ര കൊള്ളരുതാത്തവനൊന്നുമല്ല, ഞാൻ പറഞ്ഞാൽ എന്താ ശരിയാകാത്തത്? തുളസി പറയുന്നു, അങ്ങനെയല്ല സാറേ, അവനവന്റെ നിലയിലുള്ളവരോട് സംസാരിച്ചാലേ പല കാര്യങ്ങളും മനസ്സിലാകത്തുള്ളൂ. മുകുന്ദൻ പറയുന്നു, ഇതിലിപ്പം മനസ്സിലാക്കാനൊന്നുമില്ല. ഹോസ്പിറ്റൽ രേഖകളിൽ മീനാക്ഷിയുടെ പേരിന് പകരം എന്റെ വൈഫിന്റെ പേര് വെക്കാം, അത്രേ ഉള്ളൂ കാര്യം. തുളസി പറയുന്നു, അതിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലായില്ല. മുകുന്ദൻ പറയുന്നു, മീനാക്ഷിയുടെ പേര് വെച്ചാൽ മുനിസിപ്പാലിറ്റി റെക്കോർഡ് അനുസരിച്ച് എന്റെ കുഞ്ഞിന്റെ അമ്മ മീനാക്ഷി ആയിരിക്കും, ഞാൻ അച്ഛനും. അതൊരിക്കലും മായ്ക്കാൻ പറ്റാത്ത തെളിവാണ്. മീനാക്ഷിയുടെ ഭാവി ജീവിതത്തെ തന്നെ അത് ബാധിച്ചേക്കാം. മീനാക്ഷിക്ക് ഒരു കല്യാണാലോചന വരുമ്പോൾ ആരെങ്കിലും ഇത് അവതരിപ്പിച്ചാലോ? നിഷേധിക്കാൻ പറ്റൂ? തെളിവുകൾ മുനിസിപ്പാലിറ്റിയിലും ഹോസ്പിറ്റലിലും ഉണ്ടല്ലോ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് തന്നെ കരുതാം. എന്നാലും എന്തെങ്കിലും കുത്തിപ്പൊക്കിക്കൊണ്ടുവരാവുന്ന ആ തെളിവ് ശക്തമായ ഒരു ഭീഷണി തന്നെയല്ലേ? തുളസി പറയുന്നു, അങ്ങനെ ഒരു അപകടം ഉണ്ടല്ലേ? മുകുന്ദൻ പറയുകയാണ്, ഇപ്പൊ ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ പേര് മാറ്റിയാൽ മുനിസിപ്പാലിറ്റിയിലും എന്റെ വൈഫിന്റെ പേര് തന്നെ കൊടുക്കാം. മീനാക്ഷി കല്യാണം കഴിച്ചിട്ടുമില്ല, കുഞ്ഞിനെ പ്രസവിച്ചിട്ടുമില്ല, ഒരു തെളിവും ഒരിടത്തും ഇല്ല, അതല്ലേ നല്ലത്? തുളസി പറയുന്നു, സംഗതി ശരിയാ, ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് പറയാം. മുകുന്ദൻ പറയുന്നു, അത് മതി, മീനാക്ഷിയുടെ സമ്മതം കൂടി ചോദിക്കണ്ടേ? ചോദിച്ചാൽ മാത്രം പോരാ, സമ്മതിപ്പിക്കണം. അതുകൊണ്ട് ചേട്ടനോ കുടുംബത്തിനോ മീനാക്ഷിക്കോ ഒരു വിഷമവും ഉണ്ടാകത്തില്ല. മാത്രമല്ല, യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ മീനാക്ഷിക്ക് ഇതിൽ നിന്നും തലയൂരി പോകാനും പറ്റും. തുളസി പറയുന്നു, ഞാൻ അങ്ങോട്ട് വരാം. മുകുന്ദൻ പറയുകയാണ്, ഞാൻ പറഞ്ഞേ ഉള്ളൂ, ധൃതി പിടിക്കണ്ട. തുളസി പറയുന്നു, ഞാൻ വൈകിട്ട് വരാം. ശരി സാറേ, വെച്ചോട്ടെ. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ പ്രീതയുടെ അരികിലേക്ക് വരികയാണ് തുളസിയും മീനാക്ഷിയും. തുളസി പറയുന്നു, നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കുകയല്ലേ ഡോക്ടർ, പിന്നെന്തിനാ വേറെ കുറെ വള്ളിക്കെട്ട്? അവരുടെ കയ്യിലോട്ട് കെട്ടിക്കഴിഞ്ഞിട്ട് അവരെന്താന്ന് വെച്ചാ ചെയ്തോട്ടെന്നേ. പ്രീത പറയുന്നു, ഒരിക്കലും ഇതെല്ലാം റെക്കോർഡ്സിലായി കഴിഞ്ഞാൽ പിന്നെ തിരുത്താനൊക്കെ വലിയ ബുദ്ധിമുട്ടാ, അതുകൊണ്ടാ ഇപ്പോഴേ പറയുന്നത്. മീനാക്ഷി പറയുന്നു, സരോഗസിയിലുണ്ടായ കുഞ്ഞാട്ട് തന്നെ റെക്കോർഡ്സിൽ വന്നാൽ എന്താ കുഴപ്പം? പ്രീത പറയുന്നു, ഫ്യൂച്ചറിൽ അവർക്ക് പല ബുദ്ധിമുട്ടും ഉണ്ടാകും. അവർക്ക് വിദേശത്ത് പോകണമെങ്കിൽ കുഞ്ഞിന് പാസ്പോർട്ട് വേണമല്ലോ. പിന്നെ സ്വത്തിന്റെ പിന്തുടർച്ച അവകാശം, നിങ്ങളുടെ സ്വത്തിൽ ആ കുഞ്ഞിന് അവകാശം ഉണ്ടാകരുത്. അതുപോലെ തന്നെ കുഞ്ഞിന് കൈവന്നേക്കാവുന്ന സ്വത്തിൽ ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങളും അവകാശം പറയാനുള്ള സാധ്യതയുണ്ട്. മീനാക്ഷി പറയുന്നു, ഞങ്ങൾക്ക് സ്വത്തേ ഇല്ല, ഇനി എന്തെങ്കിലും ഉണ്ടായാൽ ചോദിക്കാതെ തന്നെ ആ കുഞ്ഞിന് കൊടുക്കാൻ ഒരു മടിയില്ല. ഇത് കേട്ട് തുളസി ദേഷ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ പ്രീത പറയുകയാണ്, മീനാക്ഷിക്ക് മടിയില്ലായിരിക്കും, മീനാക്ഷിയുടെ അച്ഛനോ സഹോദരിക്കോ സ്വത്ത് പങ്കുവയ്ക്കാൻ താല്പര്യം ഉണ്ടായെന്ന് വരില്ല. തുളസി പറയുന്നു, എനിക്ക് 2 കോടിയുടെ ലോട്ടറി അടിച്ചാലും ശരി, ആ കുഞ്ഞിന് 5ന്റെ പൈസ ഞാൻ കൊടുക്കില്ല. പ്രീത പറയുന്നു, കണ്ടോ, ഇപ്പൊ തന്നെ 2 അഭിപ്രായം ആയില്ലേ? മീനാക്ഷി പറയുകയാണ്, എന്റെ കുഞ്ഞിനെ അവര് വിലക്ക് വാങ്ങുകയാണല്ലോ, എന്റെ മെറ്റേണിറ്റി കൂടി അവർക്ക് വേണം. അമ്മയ്ക്കും കുഞ്ഞിനും ഇടയ്ക്ക് ജന്മാവകാശം എന്ന ഒരു സംഗതി കൂടി ഉണ്ടല്ലോ, കോടാനുകോടി കൊടുത്താലും അത് കൈമാറ്റം ചെയ്യാനും തിരുത്താനോ പറ്റുമോ? പ്രീത പറയുന്നു, മീനാക്ഷി, ഇതെല്ലാം വെറും ഫോർമാലിറ്റിയാ, ബന്ധങ്ങളിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല, രക്തബന്ധമാണത്. ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ആ കുഞ്ഞ് എന്നും നിന്റേത് തന്നെയായിരിക്കും, ആ കുഞ്ഞിന്റെ അമ്മ നീ മാത്രമായിരിക്കും. മീനാക്ഷി പറയുന്നു, ഈ ഹോസ്പിറ്റലിന്റെ വെളിയിൽ അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഇതിനകത്ത് മീനാക്ഷി പ്രസവിക്കും, അത് മീനാക്ഷിയുടെ കുഞ്ഞായിരിക്കും. എന്നാണോ വിട്ടുകൊടുക്കുന്നത് അന്ന് വരെ, അതിനുശേഷം അവരെന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. തുളസി പറയുന്നു, മോളെ, അത് അവർക്ക് നിർബന്ധമാണെങ്കിൽ നമുക്കെന്തിനാ വെറുതെ ഒരു കാര്യമില്ലാതെ അവരുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ. മീനാക്ഷി പറയുന്നു, ഇല്ലച്ച, ഗർഭപാത്രം എന്ന് പറയുന്നത് അടുക്കളപാത്രം ഒന്നും അല്ലല്ലോ തീരായിട്ട് കൊടുക്കാൻ. എന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ 10 മാസം കിടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അടയാളങ്ങള് അവിടെ തന്നെ ശേഷിച്ചോട്ടെ, അതും കൂടി ചുരുണ്ടിക്കളയാൻ ഞാൻ സമ്മതിക്കത്തില്ല. പ്രീത പറയുന്നു, ഓക്കെ, അത് മീനാക്ഷിയുടെ ഇഷ്ടം, മീനാക്ഷിയാണ് അതോറിറ്റി, ഇനിയും കൂടുതലൊന്നും പറയാനില്ല, റൂമിലേക്ക് പോയിക്കോ. മീനാക്ഷി പറയുന്നു, സോറി ഡോക്ടർ. പ്രീത പറയുകയാണ്, നോ മെൻഷൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു, മീനാക്ഷി ഒരു റിയൽ മദർ ആണ്, ഐ ആം പ്രൗഡ് ഓഫ് യു. താങ്ക് യു ഡോക്ടർ എന്ന് പറഞ്ഞ് തുളസിയുടെ ഒപ്പം പോവുകയാണ് മീനാക്ഷി. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് എത്തിയ മുകുന്ദൻ പ്രതാപന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറയുന്നു, മീനാക്ഷി ഹോസ്പിറ്റലിലുണ്ട്, 2 ദിവസത്തിനകം ഡെലിവറി നടക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പ്രതാപൻ ചോദിക്കുന്നു, നോർമൽ ഡെലിവറി ആയിരിക്കില്ലേ? മുകുന്ദൻ പറയുന്നു, അങ്ങനെയാണ് പ്രതീക്ഷ, ഞങ്ങൾ എന്തായാലും നാളെയും പോകുന്നുണ്ട്. ഇപ്പൊ ചന്ദ്രമോഹനെ അവിടെ നിർത്തിയിട്ടാ പോകുന്നത്, പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ഹെൽപ്പിന് ഒരാൾ വേണ്ടേ? കൃഷ്ണയോട് പറഞ്ഞേക്കടേ, ഞാൻ അവളെ പിന്നീട് വിളിച്ചോളാന്ന് പറഞ്ഞ് മുകുന്ദൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് നടുവേദന സഹിക്കാനാകാതെ കിടക്കുകയാണ് മീനാക്ഷി. പ്രസന്ന ചോദിക്കുന്നു, മോളെ തിരിഞ്ഞു കിടക്കണോ? മീനാക്ഷി പറയുകയാണ്, എന്തൊരു നടുവേദന, പുറം പൊട്ടുന്നത് പോലെ. പ്രസന്ന പറയുന്നു, കൈ അനക്കല്ലേ, സൂചി വെച്ചിരിക്കുകയല്ലേ? മീനാക്ഷി പറയുന്നു, വേണ്ട, ഇങ്ങനെ കിടക്കണ്ട, അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയണം. പ്രസന്ന മീനാക്ഷിയെ പതിയെ തിരിച്ചു കിടത്തുകയാണ്. അമ്മ നഴ്സുമാരോട്
ആരോട് പറഞ്ഞുവെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ പ്രസന്ന പറയുകയാണ് 2 പ്രാവശ്യം പോയി പറഞ്ഞതല്ലേ, ആരും വരുന്നില്ല. മീനാക്ഷി പറയുന്നു അവരവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങുകയായിരിക്കും. അമ്മേ, എനിക്ക് നേരെ കിടന്നാ മതി. പ്രസന്ന പറയുന്നു നോവ് തുടങ്ങിയതാ, കണ്ടില്ലേ വയറിടിഞ്ഞു താഴോട്ട്. മീനാക്ഷി ചോദിക്കുന്നു ഇനി വേദന കൂടുമോ, ഇതിനേക്കാളും വലിയ വേദന വരുമോ, എനിക്ക് പേടിയാകും. പ്രസന്ന പറയുന്നു ഇല്ല, ഒന്നും പേടിക്കണ്ട. ഈ സമയം അവിടേക്ക് വരികയാണ് നഴ്സുമാർ. ഒരാൾ ചോദിക്കുന്നു പെയിൻ തുടങ്ങിയല്ലേ. മീനാക്ഷി പറയുന്നു തുടങ്ങി, എനിക്ക് കിടക്കാനും വയ്യ ഇരിക്കാനും വയ്യ, ഞാൻ എന്ത് ചെയ്യും എന്റെ ഈശ്വര. സിസ്റ്റർ പറയുന്നു ഡോക്ടറെ വിളിക്കാൻ പോയിട്ടുണ്ട്, ഡോക്ടർ ഇപ്പൊ വരും. ഇത് കേട്ട് തലയാട്ടി ടെൻഷനോടുകൂടി കിടക്കുകയാണ് മീനാക്ഷി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.